ആൾക്കാർക്ക് മലപ്പുറം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു രാജ്യം. ആ രാജ്യത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ ബോർഡറിൽ ഈ പറയുന്ന കണക്ക് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് വേണം കോഴിക്കോട് നഗരത്തോട്ട് കിടക്കാൻ. ഇപ്പുറത്ത് പാലക്കാട് നിന്ന് ഇപ്പുറത്ത് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരിക്കലും അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആൻഡ് വെള്ളാപ്പള്ളി നടേശനെ ആരും ടാർഗറ്റ് ചെയ്തില്ല. കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJSനകത്ത് BJPനെ സപ്പോർട്ട് ചെയ്ത് മത്സരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെയൊക്കെ ഉദ്ദേശം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം അഥവാ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അമ്മാതിരി പോയിസണാണ് ആൾക്കാരുടെ മനസ്സിൽ. പണ്ട് ഫേക്ക് ഐഡികളിൽ പറഞ്ഞിരുന്ന വിഷം ഇന്ന് ആൾക്കാർ പബ്ലിക്കായിട്ട് ഒറിജിനൽ ID ഇന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുപോലുള്ള ധൈര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശനായാലും PC ജോർജിനായാലും ഒക്കെ കാണിക്കുന്നത്. PC ജോർജിന്റെ പഴയ വീഡിയോ ഉണ്ട്, എന്തൊക്കെ അറബിയിലൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. ആ PC ജോർജാണ് പിന്നെ ഒറ്റടിക്കും പൊളിറ്റിക്സ് 100% പൊളിറ്റിക്സ്. സന്ദീപ് വാര്യർ മാറിയില്ല. എന്തുകൊണ്ട് മാറി? പുള്ളി ആ പൊളിറ്റിക്സ് മാറിയണ്ട, ഉള്ളിലുള്ള സാധനം മാറിയിട്ടുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ മാറിയാൽ നല്ലത്. ആ വിഷലിപ്തമായ ആ ഒരു സംസാരം മാറി. അപ്പം സന്ദീപ് വാര്യർ ഇപ്പം ഇടുന്ന പോസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചിരി വരും. പുള്ളി നോമ്പിനെ പറ്റി പറയുന്നതിന് അത് ചിരി വരും. സോ പൊളിറ്റിക്സ് ഈസ് ബേസിക്കലി എ ഡേർട്ടി ബിസിനസ്. അഗൈൻ മുരളി ഗോപി എഴുതിയ ഡയലോഗാണ് പറയുന്നത്. This is the world's biggest comedy, babe. It's called Indian politics.